പ്രിയമുള്ളവരെ, കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കോൺഗ്രസിലെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു പരിധിവരെ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു ഭരണമാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്ത ആളുകളുടെ ഇടയിൽ ഒരു അസംതൃപ്തി രൂപപ്പെടുന്ന രീതിയിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് കോൺഗ്രസ് പോലുള്ള ഒരു വിശാല പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായതുകൊണ്ട് അത് നമുക്ക് മനസ്സിലാക്കാം. കോൺഗ്രസ് ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണ്. സ്വാഭാവികമായിട്ടും ജനാധിപത്യ പ്രസ്ഥാനത്തിലെ ആളുകൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ തന്നെ ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പോലെയോ അല്ലെങ്കിൽ മറ്റ് ഇതര ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങളെ പോലെയോ ഏകാധിപത്യ പ്രവണതയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല കോൺഗ്രസ്. അതുകൊണ്ട് തന്നെയാണ് അത് കാലത്തെ അതിജീവിക്കുന്നത്. കോൺഗ്രസിനോടൊപ്പം രംഗത്ത് വന്ന ആ കാലഘട്ടത്തിൽ വന്ന രാഷ്ട്രീയ പാർട്ടികൾ പലതും ഇന്ന് ലോകത്തില്ല. പക്ഷേ കോൺഗ്രസ് കാലത്തെ അതിജീവിക്കുന്നതിൻ്റെ കാരണവും ഇത്തരം വരുന്ന ചർച്ചകൾ ഉള്ള അവസരം എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരുക്കി കൊടുക്കുന്നുണ്ടാണ്. പക്ഷേ ഇത് ഒരുക്കി കൊടുക്കുമ്പോൾ പോലും കേരളത്തിൽ ഇലക്ഷനെ നേരിട്ട് ജനങ്ങളോട് നേരിട്ട് വോട്ട് ചോദിച്ച് തൻ്റെ ആശയത്തിൻ്റെ ഭാഗമായി ജനങ്ങൾ വോട്ട് ചെയ്ത വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി പരിഗണിക്കുന്നില്ല എന്നുള്ളത് വളരെ പരിതാപകരമായ കാര്യമാണ്, വളരെ സങ്കടകരമായ കാര്യമാണ്. അതിൻ്റെ കാരണം വി.ഡി. സതീശൻ മുമ്പോട്ട് വെച്ചിട്ടുള്ള ആശയം എന്ന് പറയുന്നത് ശരിക്കും ഒരു ലെഫ്റ്റ് ലീനിൻ്റെ ആയിട്ടുള്ള ലിബറലായിട്ടുള്ള ഒരു ചിന്തയാണ്, നെഹ്റുവിയൻ കാഴ്ചപ്പാടാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇന്ന് ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയമായ ചേഞ്ച്, രാഷ്ട്രീയ അടിത്തറയിൽ വന്നിരിക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഇടതുപക്ഷ ആണെന്ന് പറയുകയും അവർ ഇടതുപക്ഷമായി ഒരു പുലബന്ധമില്ലാതെ പ്രവർത്തിക്കുകയും ചെയ്തതാണ് കഴിഞ്ഞ 10 വർഷമായി നമ്മൾ കണ്ടത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി രാജാവിനെ പോലെ സഞ്ചരിക്കുകയും അദ്ദേഹം എല്ലാവരെയും പുച്ഛത്തോടെ കാണുകയും എല്ലാവിധ സുഖസൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ലക്ഷറീസ് ആയി ജീവിക്കുന്നതുമാണ് നമ്മൾ കണ്ടത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയെ കൂടുതൽ മുമ്പോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന തരത്തിൽ, അല്ലെങ്കിൽ അത്തരം വരുന്ന ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനപ്പുറത്തേക്ക് സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ കാണാത്ത ഒരുതരം അധികാരം കിട്ടിയപ്പോഴത്തേക്കും താൻ എവിടുന്ന് വന്നു, താൻ ആരുടെ മകനായിരുന്നു, താൻ എവിടുന്നാണ് വരുന്നത്, ഇതെല്ലാം മറന്ന് സുഖലോലുപതയിൽ മുങ്ങിക്കുളിക്കുന്ന ഒരു രംഗവും മറ്റ് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ, തെരുവിൽ സമരം ചെയ്യുന്നവർ, അവരെയെല്ലാം പുച്ഛത്തോടെ കാണുകയും അവരെയെല്ലാം ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു റൈറ്റ് രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം ആ പാർട്ടിയും അതോടൊപ്പം തന്നെ പിണറായി വിജയനും മാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഒരു ലെഫ്റ്റ് ലീനിയൻ്റ് ആയിട്ടുള്ള ലിബറൽ ലെഫ്റ്റ് ലീനിയൻ്റ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയത്തിൻ്റെ സ്പേസ് രൂപപ്പെട്ടിട്ടുണ്ട്. ആ സ്പേസ് ശരിയായ അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമാണ് കേരളത്തിലൊരു നല്ല ഗവൺമെൻറ് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. കാരണം കേരളത്തിൻ്റെ പൊതു മനസ്സ് ഒരു ലെഫ്റ്റ് ലീനിയൻ്റാണ്, അല്ലെങ്കിൽ ലിബറലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്പേസ് CPM ഉപേക്ഷിച്ച ആ സ്പേസ് ശരിയായ അർത്ഥത്തിൽ ഉപയോഗിച്ചാൽ മാത്രമാണ് കേരളത്തിലെ ഗവൺമെൻറ്റിന് ശരിയായ അർത്ഥത്തിൽ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അത് പ്രവർത്തിക്കാൻ കഴിയുന്ന ആശയം മുമ്പോട്ട് വെച്ചിട്ടുള്ളത് വി.ഡി. സതീശനാണ്. അദ്ദേഹം കൃത്യമായി ഈ വർഗീയ കക്ഷികളോടെല്ലാം തന്നെ ഒരു വിരുദ്ധ സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ ഈ വർഗീയ കക്ഷികളെല്ലാം കൂട്ടുപിടിച്ച് രാജ്യത്താകമാനം വർഗീയത പടർത്താൻ ശ്രമിച്ചപ്പം അതിന് നേരെ ഘടകവിരുദ്ധമായി ഈ വർഗീയ കക്ഷികളോടെല്ലാം കൃത്യമായ അകലം പാലിക്കുകയും ഈ വർഗീയ കക്ഷികളെല്ലാം തന്നെ ഈ വി.ഡി. സതീശൻ വരുന്നതിനെ എതിർക്കുകയും ചെയ്യുന്ന സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട്. അതിന് കാരണം ഈ വർഗീയ ശക്തികൾക്ക് അദ്ദേഹം അനഭിഹിതനാണ് എന്നുള്ളതുകൊണ്ടാണ്. ഇനി ഒരു കാര്യം ഞാൻ അദ്ദേഹം പറയാം. കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു മുനമ്പം പ്രശ്നം എന്ന് പറയുന്നത്. ആ മുനമ്പം പ്രശ്നത്തിൽ സതീശനെടുത്ത നിലപാടെന്താണെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. സതീശൻ പറഞ്ഞു ഇത് വഖഫ് ഭൂമിയല്ല മുനമ്പത്തേതെന്ന് പറഞ്ഞു. ആ നിലപാടിൽ നിന്ന് സതീശൻ ഇതുവരെ മാറിയിട്ടില്ല. ശശി തരൂരും അത് വഖഫ് ഭൂമിയല്ലെന്ന് പറഞ്ഞിട്ട് മാറാത്ത ആളാണ്. മുസ്ലിം ലീഗ് ആദ്യഘട്ടത്തിൽ അത് വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞെങ്കിലും ആ വഖഫ് ഭൂമി അല്ലെന്ന് സമ്മതിച്ചെങ്കിലും പിന്നീട് മുസ്ലിം ലീഗിൻ്റെ അകത്തെ വർഗീയവാദികളുടെ സമ്മർദ്ദം കൊണ്ട് മുസ്ലിം ലീഗ് അത് വിഴുങ്ങി. പക്ഷേ അന്നേരവും സതീശൻ കൃത്യമായി ഇത് വഖഫ് ഭൂമിയല്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ SNDP ലീഡറിനോടാണെങ്കിലും NSS നേതൃത്വത്തോടാണെങ്കിലും എല്ലാം സതീശന് കൃത്യമായ നിലപാടുണ്ട്. അദ്ദേഹം അവരെ എല്ലാം അകറ്റി നിർത്തിയിട്ടുണ്ട്. അവരുടെ ഒന്നും ഒരു ആനുകൂല്യം പറ്റാനും അദ്ദേഹം പബ്ലിക്കായി ആനുകൂല്യം പറ്റാൻ പോലും തയ്യാറായിട്ടില്ലാത്ത ഒരു സ്ഥിതിയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് വർഗീയ ശക്തികളുടെ ഈ സ്വാധീനം കേരള സമൂഹത്തിൽ നിന്ന് ഒഴിച്ചു നിർത്തിയാൽ മാത്രമേ കേരളത്തിൽ ഒരു ഗവൺമെൻറ് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. ഈ പറഞ്ഞ ഈ പിണറായി വിജയൻ്റെ പതനത്തോടുകൂടി നമ്മൾ കണ്ടു. സ്വന്തം മണ്ഡലത്തിൽ പോലും ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് 10 വർഷം ഭരിച്ച ഒരാൾക്ക് 6 റൗണ്ട് പുറകെ പോകേണ്ടി വന്നു. അതിന് കാരണം അദ്ദേഹം ഈ വർഗീയ കക്ഷികളെ പ്രീണിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടും അവരുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ചുകൊണ്ടുമാണ്. അദ്ദേഹം എല്ലാ വർഗീയ കക്ഷികളെയും പ്രീണിപ്പിക്കാൻ നോക്കി. അവിടെയാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ പരാജയം എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതം വളരെ മോശമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഹങ്കാരം ഒരു വശത്ത്, ധാർഷ്ട്യം വേറൊരു വശത്ത്, ഇതെല്ലാം ഉള്ളപ്പോൾ പോലും അതിനെല്ലാം അപ്പുറത്തേക്ക് ഈ വർഗീയ കക്ഷികളുടെ തോളിൽ അദ്ദേഹം കൈയിട്ടതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പരാജയത്തിന് കാരണം. അതാണ് ജനങ്ങൾ രാവിലെ ഈ ഗവൺമെൻറ്റിനെ പുറത്താക്കണമെന്നുള്ള ലക്ഷ്യത്തോടുകൂടി
ആ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളെ തോൽപ്പിക്കാൻ എവിടെയൊക്കെയാണോ കഴിയുന്നത് അവിടെയെല്ലാം അതിന് കഴിയുന്നവർക്ക് വോട്ട് ചെയ്ത്. അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് BJP ജയിക്കേണ്ടി വന്നത്. കാരണം CPM എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയെയും പിണറായി വിജയനെയും തോൽപ്പിക്കുക എന്നുള്ളതാണ് ജനങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് ആ വോട്ടിംഗ് നോക്കിയാൽ നമുക്കറിയാം. അപ്പോൾ അവിടെ BJP 3 സ്ഥലത്ത് ജയിച്ച് അവരാണ് അവിടെ രണ്ടാം സ്ഥാനത്ത് വരുന്നതുള്ളതുകൊണ്ടാണ് അവരെ ജനങ്ങൾ ജയിപ്പിച്ചത്. അതുകൊണ്ട് ഇത് ഒരു പിണറായി വിരുദ്ധ CPM വിരുദ്ധ വോട്ടാണ് വന്നത്. ജനങ്ങൾ ഇവരെ മാറ്റി തീർക്കാനാണ് വോട്ട് ചെയ്തത്. അവിടെ അവർ പ്രതിഷ്ഠിക്കാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു ലിബറൽ പൊളിറ്റിക്സാണ്, ഒരു ലെഫ്റ്റ് ലീനിയൻ ലിബറൽ പൊളിറ്റിക്സാണ്. അത് മുമ്പോട്ട് വയ്ക്കുന്ന നെഹ്റുവിയൻ കാഴ്ചപ്പാട് വയ്ക്കുന്ന ആൾ സതീശനാണ്. സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ കോൺഗ്രസിൻ്റെ പരാജയത്തിൻ്റെ കാലഘട്ടത്തിൽ ഇപ്പോൾ 5 വർഷക്കാലം രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നു. അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നെങ്കിൽ അന്ന് ആ 5 വർഷം കൊണ്ട് ആ ഗവൺമെൻറ് താഴെ ഇറക്കി അദ്ദേഹത്തിന് അധികാരത്തിൽ വരാമായിരുന്നു. ആ കോൺഗ്രസ് തകർന്നു കിടന്ന കോൺഗ്രസിനെ റീകൺസ്ട്രക്ട് ചെയ്ത ആളാണ് സതീശൻ പഠിച്ചിട്ട് മാത്രം സംസാരിക്കുന്നതാണ്. അദ്ദേഹം സ്വർണ്ണക്കള്ളക്കടത്തിനെ പറ്റി തോമസ് ഐസക്കിനോട് നിയമസഭയിൽ പറഞ്ഞ ഒരു പ്രസംഗമുണ്ട്. തോമസ് ഐസക്ക് ധനകാര്യമന്ത്രിയായിരുന്നപ്പം ഈ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ സാമ്പത്തിക നഷ്ടം എന്താണെന്നും അതോടൊപ്പം തന്നെ അതിലൂടെ കേരളത്തിലുണ്ടാകുന്ന പാരൽ സമ്പദ്ഘടന എന്താണെന്നും അതിലൂടെ കേരളത്തിൻ്റെ സാമ്പത്തിക മേഖല എങ്ങനെയാണ് അത് താറുമാറാക്കുന്നതാണെന്നും എങ്ങനെയാണ് ബ്ലാക്ക് മണി രൂപപ്പെടുന്നതെന്നും എല്ലാം വളരെ കൃത്യമായി അദ്ദേഹം ഈ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ ബേസിൽ സംസാരിച്ചത് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കേട്ടതാണ്. അത്രമാത്രം പഠിച്ച ആ വിഷയം പറഞ്ഞ് അതിനുവേണ്ടി അതിൻ്റെ റിസോഴ്സ് അന്വേഷിച്ച് അദ്ദേഹം നടന്നപ്പം അന്ന് പല ആളുകളും അദ്ദേഹത്തോട് പറഞ്ഞു, ഈ റിസോഴ്സ് അന്വേഷിച്ച് ചെന്നപ്പോൾ പറഞ്ഞു, ഒരു കാരണവശാലും സാറേ ഇതിൻ്റെ പുറകെ പോകരുത്, ഇത് വലിയ സംഘമാണ്, സാറിനെ കൊന്നുകളയാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം അത് നിയമസഭയിൽ പറയുകയും ചെയ്തു. അപ്പോൾ അത്രയും മാത്രം അതിനെപ്പറ്റി സാമ്പത്തിക ബോധം, സാമ്പത്തിക ശാസ്ത്രത്തിൽ അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രമാണോ പഠിച്ചേക്കുന്നത് എനിക്കറിയില്ല, എങ്കിലും അദ്ദേഹത്തിന് സാമ്പത്തിക ശാസ്ത്രത്തിൽ സാമാന്യം നല്ല ബോധമുണ്ട്. അതോടൊപ്പം തന്നെ ഏത് വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ ഉള്ള കഴിവുണ്ട്. ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കാണുന്നത് ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പിള്ളേർ എന്തെങ്കിലും ചോദിക്കുമ്പോൾ മൈക്ക് ഒടിച്ചു കഴിഞ്ഞാൽ നിർത്ത് എന്ന് പറയുന്ന ഒരാളെ അല്ല. കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഈ കേരളം ഒരു വിദ്യാഭ്യാസപരമായി രാജാവിൻ്റെ കാലം മുതൽ, അത് കമ്മ്യൂണിസ്റ്റുകാർ പറയും ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻ, അതൊന്നുമല്ല, രാജാവിൻ്റെ കാലം മുതലും അതിൻ്റെ പുറകിലും കേരളം എപ്പോഴും ഈ വിദ്യാഭ്യാസ ആരോഗ്യരംഗത്ത് വളരെ മുൻപന്തിയിലായിരുന്നു. അതുകൊണ്ട് ആ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വരുന്ന ഒരാൾ എന്ന് പറയുന്നത് ഏത് യൂണിവേഴ്സിറ്റി പോയാലും ആ യൂണിവേഴ്സിറ്റിയിലെ ആളുകളോട് സംവേദിക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ആളായിരിക്കും. ഏത് വിഷയത്തെപ്പറ്റി ഒരു മിനിമം ബോധമുള്ള ആളായിരിക്കും. കുട്ടികളോട് സംവേദിക്കുമ്പം അതിനുള്ള സഹിഷ്ണുതയുള്ള ആളായിരിക്കണം, അതിനുള്ള വിവേകമുള്ള ആളായിരിക്കണം. അങ്ങനെ ഒരാളെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് അതിന് കഴിയുന്ന ഏക ഒരാൾ ഈ സതീശനാണ്. അദ്ദേഹത്തിന് ഒരു വെർസറ്റൈൽ ജീനിയസ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളിൽ അദ്ദേഹത്തിന് അറിവുണ്ട്. അദ്ദേഹം ഒരു നെഹ്റുവിയനാണ്. നെഹ്റു ഒരു വെർസറ്റൈൽ ജീനിയസ് ആയിരുന്നു. അതിന് സമാനമായി അതിനോടൊപ്പം തന്നെ ആ പാതയിൽ സഞ്ചരിക്കുന്ന ഒരാളാണ് സതീശൻ. അതുകൊണ്ടാണ് സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുകയും ജനങ്ങൾ അതിനുവേണ്ടി വോട്ട് ചെയ്യുകയും ചെയ്തത്. ഇപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം പറയാം. ഇവിടുത്തെ മത നേതാക്കന്മാരുടെ തിണ്ണനിണങ്ങുന്ന രാഷ്ട്രീയക്കാരെ പറ്റി രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നപ്പം നമ്മുടെ ശ്രീലേഖ IAS അദ്ദേഹത്തെ ചെന്ന് കണ്ട് ഒരു പോസ്റ്റിനെ പറ്റി സംസാരിച്ചപ്പം ആ പോസ്റ്റിലിരിക്കുന്നത് മറ്റൊരാളാണെന്നും അദ്ദേഹത്തെ പത്മകുമാർ എന്ന് പറയുന്ന ആളാണെന്നും അദ്ദേഹം NSSൻ്റെ പ്രതിനിധിയാണെന്നും പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, പോലീസ് സേനയിൽ ഇങ്ങനെ ജാതിയുടെ അടിസ്ഥാനത്തിൽ ആളുകളെ പോസ്റ്റ് ചെയ്യുന്ന ഒരു സമീപനം അത് ആരുടേതാണെങ്കിലും ശരിയാണോ? പോലീസ് എന്ന് പറയുന്നത് എപ്പോഴും നീതി നിർവഹണത്തിൽ സത്യസന്ധത പുലർത്തേണ്ടതല്ലേ? ഈ ശ്രീലേഖ IPS ഷാജൻ സ്കറിയായി നടത്തിയ ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്. ഞാനൊരു പോസ്റ്റിന് വേണ്ടി ഈ രമേശ് ചെന്നിത്തലയെ സന്ദർശിച്ചപ്പം അദ്ദേഹം പറഞ്ഞു ആ പോസ്റ്റിലിരിക്കുന്ന ആൾ പത്മകുമാറാണ്, അദ്ദേഹത്തെ മാറ്റി പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അദ്ദേഹം NSSൻ്റെ പ്രതിനിധിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ ഈ പോലീസ് സേനയെ പോലും മതവൽക്കരിക്കുന്ന ആ തരത്തിലുള്ള മതവൽക്കരണം നടത്തുന്ന ഒരാളാണോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകേണ്ടത്? അപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ ഈ മത നേതാക്കളോട് കൃത്യമായി അകലം പാലിക്കുന്ന സതീശനാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ആകേണ്ടതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ പുതിയ തലമുറയ്ക്ക് ഒരു പ്രതീക്ഷ നൽകുന്നു. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ആളുകൾ ഒഴുകുകയാണ്. പുതിയ തലമുറയ്ക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന പുതിയ തലമുറയുടെ ഒരു പ്രതിനിധി കൂടിയായിട്ടുള്ള ആളാണ് സതീശൻ എന്ന് പറയുന്നത്. അതേപോലെ ഈ കൺസർവേറ്റീവ് രാഷ്ട്രീയം, കോൺഗ്രസിൻ്റെ ഒരു കൺസർവേറ്റീവ് സൈഡ് മുമ്പോട്ട് വയ്ക്കുന്ന ആളാണ് രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ ഈ KC വേണുഗോപാലും ഒക്കെ. ആ കൺസർവേറ്റീവ് സൈഡിൽ നിന്ന് പ്രസക്തിയില്ല. അവർ വന്നാൽ തീർച്ചയായിട്ടും കേരളത്തിൽ കോൺഗ്രസിൻ്റെ ആ പരമ്പരാഗത ശൈലിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും. അതിൻ്റെ ആ പ്രസക്തി തീർന്നു. ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ ഇന്ന് ചെറുപ്പക്കാരാണ് കൂടുതൽ ഈ ഇതിൽ ജയിച്ചു വന്നിട്ടുള്ളത്. ചെറുപ്പക്കാരാണ് കൂടുതൽ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുള്ളത്. അവരുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ശരിക്കും VD സതീശനാണ്. അതിൻ്റെ കാരണം VD സതീശൻ പറയുന്നത് ഈ വിദ്യാഭ്യാസ മേഖല പരിഷ്കരിക്കും, അവിടെ കേരളത്തിൽ ജോലി ഉണ്ടാകാൻ പാകത്തിനുള്ള വിദ്യാഭ്യാസ സംവിധാനം കൊണ്ടുവരും, അതോടൊപ്പം തന്നെ കേരളത്തിന് പുറത്തേക്ക് ഒഴുകുന്ന ആളുകളെ കേരളത്തിൽ നിർത്താൻ പാകത്തിനുള്ള സഹായങ്ങൾ ചെയ്യും, അവിടുത്തെ വീക്കർ സെക്ഷനെ മുഴുവൻ പ്രൊട്ടക്റ്റ് ചെയ്യും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു ബെനിഫിറ്റ് കൂടുതൽ സാധാരണ ജനങ്ങൾ കൊടുക്കുന്ന ഒരു ലെഫ്റ്റ് ലൈൻ ഒരു വശത്ത് വെക്കുമ്പോൾ തന്നെ കൺസ്ട്രക്റ്റീവായി എങ്ങനെയാണ്
കേരളത്തിൻ്റെ സാമ്പത്തിക സംവിധാനങ്ങളെ മുമ്പോട്ട് കൊണ്ടുവന്ന് വളരെ കൃത്യമായി ബോധമുള്ള ആളാണ് ഈ പറഞ്ഞ സതീശൻ എന്ന് പറയുന്നത്. സതീശന് ഭരണപരിചയമില്ല, എക്സ്പീരിയൻസ് ഇല്ലെന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധി നാളെ കോൺഗ്രസ് നാളെ ജയിച്ചാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായ അദ്ദേഹത്തിന് ഭരണപരിചയമുണ്ടോ? അദ്ദേഹം എവിടെയെങ്കിലും മന്ത്രിയായിട്ടുണ്ടോ? ഇല്ലല്ലോ. അദ്ദേഹത്തിന് വൈഡ് എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഇന്ത്യ മുഴുവൻ നടന്ന് സഞ്ചരിച്ച് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും കണ്ട് വളരെ ഇൻ്റലക്ച്വലായ ഒരു പേഴ്സണാണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞത്. അദ്ദേഹം പ്രധാനമന്ത്രിയാകുന്നതിന് ആരും ഒരു തടസ്സം പറയില്ല. അതിൻ്റെ കാരണം എന്താ? അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വെൽ എക്സ്പീരിയൻസ്ഡ് ആണ്. അദ്ദേഹം ഇത്രയും കാലം 10-25 വർഷക്കാലം MLA ആയി. അതോടൊപ്പം തന്നെ ഈ ഇലക്ഷനിൽ കൃത്യമായി ആ ഇലക്ഷൻ സ്ട്രാറ്റജി അദ്ദേഹം കണ്ടെത്തി. ആ ഇലക്ഷൻ സ്ട്രാറ്റജിയിൽ ഒരു ജനതയെ മുഴുവൻ, കോൺഗ്രസിൽ നിന്ന് അകന്നുപോയ ജനവിഭാഗങ്ങളെ മുഴുവൻ അദ്ദേഹം കോൺഗ്രസിൻ്റെ സൈഡിൽ കൊണ്ടുവന്നു. അദ്ദേഹം കേരളത്തിൻ്റെ തനതായ ഒരു ലെഫ്റ്റ് ലിബറൽ പൊളിറ്റിക്സ് മുമ്പോട്ട് വെച്ചു. അതോടൊപ്പം തന്നെ മുഴുവൻ ജനങ്ങളെയും അദ്ദേഹം സംശീകരിക്കാൻ ശ്രമിച്ചു. അതാണ് ഇത്രയും വലിയ വിജയം കിട്ടിയത്. അത് ഒരു മത നേതാവിനും തലകുനിച്ചിട്ടില്ല. അദ്ദേഹം ഈ മുഹമ്മദ് ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ ആ ഒരു കാര്യം ചോദിച്ചാൽ അത് ആ മതസമൂഹത്തെ സ്വാധീനിക്കാൻ വേണ്ടി ചോദിച്ചൊരു സ്ട്രാറ്റജി എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് അദ്ദേഹം ഈ പള്ളികളിൽ പോയി അല്ലെങ്കിൽ ക്രിസ്ത്യൻ ധ്യാനകേന്ദ്രങ്ങളിൽ പോയി അദ്ദേഹം ഈ ബൈബിളിനെ വളരെ പ്രകീർത്തിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ടല്ലോ. ബൈബിൾ മുഴുവൻ ശരിയാണെന്ന് എവിടെയെങ്കിലും തെളിവുണ്ടോ? ഇല്ലല്ലോ. അതിന് തെളിയിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. അതെല്ലാം വിശ്വാസങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായി അദ്ദേഹം മുഹമ്മദ് ഇങ്ങനെ ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞു. അത് അപ്സൈഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഖുറാനിൽ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഏതെങ്കിലും മതവാദിയുടെ പക്ഷത്താണെന്ന് പറഞ്ഞ കാര്യമില്ല. അദ്ദേഹം ഹിന്ദു ക്ഷേത്രത്തിൽ പോയാലും അതിമനോഹരമായി പ്രസംഗിക്കും. അതുപോലെ തന്നെ അദ്ദേഹം പള്ളിയിൽ പോയാലും അതിമനോഹരമായി പ്രസംഗിക്കും. അതുപോലെ മുസ്ലിം വിഭാഗത്തിൻ്റെ ഇടയിൽ അയാൾ സംസാരിക്കുമ്പം, അല്ലെ അവർക്ക് വേണ്ടി സംസാരിക്കുമ്പം അദ്ദേഹം അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചു എന്നുള്ളത് അത് അദ്ദേഹം ആ മുസ്ലിം മതവർഗീയവാദിയാണ്, അല്ലെ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നതിൽ യാതൊരു കാര്യമില്ല. അതുകൊണ്ട് കേരളത്തിൻ്റെ ഇന്നത്തെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഈ CPM ഉപേക്ഷിച്ച് പോയ ഇടതുപക്ഷ സ്പേസ് ശരിയായ അർത്ഥത്തിൽ ഉപയോഗിച്ച് നാളെ ഒരു കേരളത്തെ കൺസ്ട്രക്റ്റീവായി മുമ്പോട്ട് നയിക്കാൻ കഴിയുന്ന ഒരു ലീഡർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ VD സതീശനാണ്. ആ പൊളിറ്റിക്കൽ ഈ പറഞ്ഞ CPM ഉപേക്ഷിച്ച് പോയ പൊളിറ്റിക്കൽ വാക്കും ശരിയായ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ കേരളത്തെ മുമ്പോട്ട് നയിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും സതീശൻ തന്നെയാണ് മുഖ്യമന്ത്രി ആകേണ്ടത്. ഇനി KC വേണുഗോപാൽ വന്ന് മുഖ്യമന്ത്രി ആയാൽ സംഭവിക്കാൻ പോകുന്നത്, അദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് രാജിവെക്കേണ്ടി വരും. സ്വാഭാവികമായിട്ട് അവിടെ BJP അധികാരം വരാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കേരളത്തിലെ ആളുകൾ പൊതുവെ ഒരു നാഷണൽ രാഷ്ട്രീയത്തിൽ, ദേശീയ രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ളവരാണ്. അവരൊരു പ്രാദേശിക രാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ ഇന്ത്യയുടെ ദേശീയതയിൽ വളരെയേറെ ബോധമുള്ള ആളുകളാണ്. ദേശീയതയിലാണ് അവർ ഊന്നി നിൽക്കുന്നത്. അതിൻ്റെ കാരണം ഇന്ത്യൻ ദേശീയത നിലനിൽക്കണമെന്ന് അതിശക്തമായി ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് കോൺഗ്രസിന് എല്ലാ ഘട്ടത്തിലും ആളുകൾ ഒരു ദേശീയ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ന് BJP ആ തരത്തിലേക്ക്, ആ വാക്കത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അവിടെ ഒരു ദേശീയ പാർട്ടി ഇല്ലായിരുന്നു എന്നുള്ളൊരു വാക്കത്തിലേക്ക് ഈ BJP കടന്നു വന്നു കഴിഞ്ഞു. ആ BJP കടന്നു വന്നപ്പം ഈ പറഞ്ഞ KC വേണുഗോപാൽ രാജിവെച്ച് ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കുമ്പം സ്വാഭാവികമായി ഇപ്പോഴത്തെ പുതിയ ട്രെൻഡിൽ BJPക്ക് അനുകൂലമായിട്ടേ വരുള്ളൂ. അതോടൊപ്പം തന്നെ ഇദ്ദേഹം മത്സരിക്കുന്ന സ്ഥലത്തും ഇദ്ദേഹം തന്നെ പറയുന്നു MP-മാരായിട്ടുള്ള ആളുകൾ മത്സരിക്കേണ്ടെന്ന്. അതിനുശേഷം ഇദ്ദേഹം MP ആയിട്ട് വന്ന് മുഖ്യമന്ത്രിയാകുമ്പം സ്വാഭാവികമായി ഇദ്ദേഹം മത്സരിക്കുന്ന സ്ഥലത്ത് മുരളീധരൻ എന്ത് സംഭവിച്ചോ? മുരളീധരൻ പണ്ട് KPC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ രാജിവെച്ച് ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രിയായതിനു ശേഷം കോൺഗ്രസിന് വലിയ ഓവർവെൽമിംഗ് മെജോറിറ്റിയുള്ള സ്ഥലത്ത് പോയി മത്സരിച്ചിട്ട് അദ്ദേഹം തോറ്റുപോയി. അതേ സംഭവം ഈ പറഞ്ഞ വേണുഗോപാലിന് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ റിസ്ക് എടുക്കരുത് ഒരിക്കലും. കോൺഗ്രസിന് കിട്ടിയിരിക്കുന്ന ഈ ഒരു സാഹചര്യം, കേരളത്തിലെ ഈ പറഞ്ഞ സമസ്ത മേഖലയും ഈ പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി സ്ഥാപനവൽക്കരിച്ച് ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെയും ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനെയും മുഴുവൻ അവരുടെ ഒരു ബ്രാഞ്ച് കമ്മിറ്റിയാക്കി മാറ്റി അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് മാത്രം ആനുകൂല്യങ്ങൾ കിട്ടുന്ന, പുറകിൽ കൂടി നിയമനം നടത്തുന്ന, ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നു, PSC പരീക്ഷ എഴുതി ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നു, ജോലി കിട്ടാത്തവർ തെരുവിലെഴയുന്നു. ഈ സാഹചര്യത്തിൽ നിന്നാണ് കോൺഗ്രസിനെ ജയിപ്പിച്ചിട്ടുള്ളത്. ഈ സാഹചര്യം ഫലപ്രദമായി ഉപയോഗിച്ച് ആ ജനങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതിന് പകരം ഈ പറയുന്ന KC വേണുഗോപാൽ ഇവിടെ വന്ന് വീണ്ടും മത്സരിക്കാൻ പോകുമ്പോൾ ജനം ഇതിനോട് വളരെ അതിശക്തമായി വിയോജിക്കും, ജനങ്ങളെ എതിർത്തോട്ട് ചെയ്യും. അത് ഇപ്പം തന്നെ മനസ്സിലായി. പിണറായി വിജയൻ എന്ന് പറയുന്ന ഇരട്ടച്ചങ്കൻ എന്നൊക്കെ വിളിച്ച് നടന്ന ആൾ വെറും പൊട്ടച്ചങ്കനാണെന്ന് ജനങ്ങൾ തെളിയിച്ചു കൊടുത്തു. കാരണം 6 റൗണ്ടിൽ അദ്ദേഹം പുറകെ പോയി. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ വളരെ കൃത്യമായി വിചിന്തനം ചെയ്ത് വോട്ട് ചെയ്യാൻ കഴിവുള്ള ആളുകളാണ്. അതിനുപരി കാപട്യത്തിൻ്റെ അപ്പസ്തോലനായിട്ടുള്ള മണലൂരിൽ നിന്ന് മത്സരിച്ച പ്രതാപനെ ജനങ്ങൾ തോൽപ്പിച്ചു. ഈ ഒരു സമയത്ത് ആർക്ക് ജയിക്കാവുന്ന സമയത്ത് പ്രതാപൻ എന്തുകൊണ്ട് തോറ്റുപോയെന്ന് പ്രതാപൻ ചിന്തിക്കണം. കാപട്യത്തിൻ്റെ അപ്പസ്തോലനായതുകൊണ്ടാണ്. അദ്ദേഹം ഒരു ക്ലീൻ പൊളിറ്റിക്സിൻ്റെ ആളാണെന്നാണ് നമ്മൾ ചിന്തിച്ചിരുന്നത്. പക്ഷേ എൻ്റെ മകളെ പഠിപ്പിച്ചത് ഒരു മുതലാളിയാണെന്നൊക്കെ ഒന്ന് പരസ്യമായി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഉളുപ്പില്ലായ്മ ജനങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ടാണ് അദ്ദേഹം മണലൂരിൽ തോറ്റത്. അല്ലെ എന്തുകൊണ്ട് ഈ സമയത്ത് അദ്ദേഹം ജയിച്ചില്ല എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ കേരളത്തിലെ ആളുകൾ നല്ല രാഷ്ട്രീയ ബോധമുള്ളവരാണ്, നന്നായി ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ പറയുന്ന KC വേണുഗോപാൽ ഒരു 10 പ്രാവശ്യം ചിന്തിച്ചിട്ട് വേണം
മുഖ്യമന്ത്രിയാകാൻ വരാൻ. അത് വന്നു കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള ചിന്തകൾ വരും, ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ വരും. അദ്ദേഹം വന്ന് ഇവിടെ ആലപ്പുഴ ഏതെങ്കിലും കാരണവശാൽ BJP ജയിച്ചാൽ അദ്ദേഹത്തിന് പിന്നെ ഒരു ദിവസം പോലും മുഖ്യമന്ത്രി സ്ഥാനത്ത് പോലും തുടരാൻ കഴിയില്ല. അത് വലിയ അപകടമാണ് വരാൻ പോകുന്നത്. താങ്ക് യു. VD സതീശൻ എന്ന് പറയുന്ന ആളെയാണ് യഥാർത്ഥത്തിൽ കേരളീയ തെരഞ്ഞെടുത്ത് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയാണ് ചെയ്യേണ്ടത്. നന്ദി. ടോം ജോസ് റീമ്പാട്.